മാധ്യമങ്ങളുടെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെയും നുണപ്രചാരണങ്ങൾക്കപ്പുറം കേരളത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ അതിന് ക്യാപ്റ്റനായി നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണമെന്ന് പ്രായമായ ഒരു ഉമ്മ മനസ്സിൽ തട്ടി പറയുന്ന ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഭരണകൂടം എന്താണ് ആ ഉമ്മയ്ക്ക് നൽകിയതെന്നും പിണറായി സർക്കാർ വന്നതിന് ശേഷം എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്കൊക്കെ വേണ്ടി സാധിച്ചു കൊടുത്തതെന്നും ആ ഉമ്മയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. പിണറായി വിജയനെ ഭരിക്കുകയുള്ളൂ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അദ്ദേഹം വളരെയേറെ നന്മകൾ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്. പെൻഷൻ കൊടുക്കുന്നുണ്ട് 1600 രൂപ. അതിനി ഇവിടെ ഇലക്ഷൻ കണക്കാക്കി. അതിനു മുമ്പേ ഒരു 10 വർഷത്തിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ 600 രൂപയായിരുന്നു കൊടുത്തത്. പിന്നെ സാധുക്കൾക്ക് റേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പണ്ട് 4ൽ 1 ഭാഗമായിരുന്നു 10 വർഷത്തിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പം കൊടുത്തത്. അതുപോലെ നല്ല കാര്യങ്ങളെല്ലാം ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നാൽ മാധ്യമ ചാപ്പകൾക്കും എത്രയോ പടി മുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിൽക്കുന്നത്. എത്രയൊക്കെ അതിനെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ വികസന പ്രവർത്തനങ്ങളൊന്നും സാധ്യമാക്കിയില്ല എന്ന് പറയുവാൻ ശ്രമിച്ചാലും, ആ പ്രവർത്തനങ്ങളുടെ ഗുണം ഏറ്റുവാങ്ങിയ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇനിയും അധികാരത്തിൽ വരണം, എന്നാൽ മാത്രമേ സാധുക്കളുടെ കണ്ണുനീരിന് വിലയുണ്ടാകുള്ളൂ എന്ന്. ഇത്തരം പ്രതികരണങ്ങളെ യാതൊരു കാരണവശാലും മുൻനിര മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല. കാര്യം, അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കില്ലല്ലോ. സ്വാഭാവികമായും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞാലോ BJPയെ കുറ്റം പറഞ്ഞാലോ മാധ്യമങ്ങൾക്കൊന്നും റീച്ച് കിട്ടാൻ പോകുന്നില്ല. പിണറായിയെ പുലഭ്യം പറയാൻ റെഡിയാണോ എങ്കിൽ ഏതൊരു സംരംഭത്തിനും ഉയർന്നു വരാൻ സാധിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കും ഒരുപാട് റീച്ച് കിട്ടും. അതുമാത്രമല്ല, ഇതേ പ്രതിപക്ഷത്തിൻ്റെ PR കൊട്ടേഷൻ എടുത്തിരിക്കുകയാണല്ലോ ഈ മുൻനിര മാധ്യമങ്ങൾ. അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങളൊക്കെ അവർ കണ്ടില്ല എന്നായിരിക്കും. എന്തായാലും ശരി, ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ മൈക്കിന് മുന്നിൽ ആ ഉമ്മ വികാരഭരിതയായി ഇത്രയും നല്ല വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് വേണ്ടി സാധ്യമാക്കിയ പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല വാചകങ്ങൾ പറയുമ്പോൾ, ആ വാചകങ്ങൾക്കപ്പുറം ആ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നുറപ്പിച്ച് പറയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ അത് കൃത്യമായി പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പരം എന്ത് പ്രവർത്തനങ്ങളാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ ആ ഉമ്മ പറയുന്നത് പോലെ ഉറപ്പായും പിണറായി സർക്കാർ 3.0 ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം പ്രതികരണങ്ങൾ. അത് വികാരഭരിതമായി മനസ്സിൽ കൊണ്ട് തന്നെ പ്രായമായവരും യുവത്വങ്ങളുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പിണറായി വിജയനെ ഭരിക്കുകയുള്ളൂ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അദ്ദേഹം വളരെയേറെ നന്മകൾ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്. പെൻഷൻ കൊടുക്കുന്നുണ്ട് 1600 രൂപ. അതിനി ഇവിടെ ഇലക്ഷൻ കണക്കാക്കി. അതിനു മുമ്പേ ഒരു 10 വർഷത്തിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ 600 രൂപയായിരുന്നു കൊടുത്തത്. പിന്നെ സാധുക്കൾക്ക് റേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പണ്ട് 4ൽ 1 ഭാഗമായിരുന്നു 10 വർഷത്തിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പം കൊടുത്തത്. അതുപോലെ നല്ല കാര്യങ്ങളെല്ലാം ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നാൽ